ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി നട്ട് കൊടുക്കാം. ചെറിയ ചട്ടി എടുത്ത് അതിനകത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 8 ചെറിയ ഉള്ളിയാണ് നട്ട് കൊടുക്കുന്നത്. മണ്ണൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉള്ളിയായി മണ്ണിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ചെറിയൊരു നന കൊടുക്കാം. ഒരുപാട് നനയുടെ ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നട്ട് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. 4 എണ്ണം നല്ലോണം മുളച്ചിട്ടുണ്ട്. മറ്റത് 4 ഉള്ളി മുളച്ചിട്ടില്ല. ഇനി നമുക്ക് ആ മുള വന്നത് മാറ്റി ചാക്കിനകത്തേക്ക് നട്ടു കൊടുക്കാം. നമ്മളത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ വേര് പൊട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ പറിച്ചെടുക്കാം. ഒരുപാട് ദിവസം മുമ്പ് നടേണ്ടതായിരുന്നു. മുള വരുന്ന സമയത്ത് തന്നെ നമുക്കിത് നട്ടു കൊടുക്കാം. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. ആർത്രൈറ്റിസ് കാരണം കയ്യും കാലും ഒക്കെ ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ നമുക്കത് മുളച്ച് വരുന്ന സമയത്ത് നട്ടു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണിത് നടാൻ വൈകി പോയത് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ തന്നെ മുളയും വന്നിട്ടുണ്ട്, വേരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുള വരാത്തതും പറിച്ചു നോക്കാം. അതിനകത്തുതാ വേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാക്കിനകത്തോട്ട് നട്ടു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. കാരണം അതിനകത്ത് ഞാൻ കരിയിലിട്ട് മുകളിൽ മണ്ണിട്ട് കൊടുത്തിരുന്നതാണ്. ഇനി ആ മുള വന്ന 4 ഉള്ളിയാണ് കേട്ടോ ഞാൻ ആ ചാക്കിനകത്തോട്ട് നട്ടു കൊടുക്കുന്നത്. കയ്യായിട്ടൊന്നും വയ്യ, വിരലൊക്കെ ഭയങ്കര പെയിനാണ്. പക്ഷേ ചെടികളുണ്ടാക്കാനും അതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പണിക്ക് പോകുന്നത്. എല്ലാവരും പറയും വയ്യെങ്കിലും അടങ്ങിയിരിക്കില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഈ പണി ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് വയ്യെങ്കിലും ഇതിനൊക്കെ ഇറങ്ങുന്നത്. നമ്മൾ 4 ഉള്ളി അതിനകത്തോട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള 4 ഉള്ളി നമുക്ക് ഒരു ചട്ടിയിലാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. ചട്ടി 20 ഇഞ്ചിൻ്റെ ചട്ടിയാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ കരിയിലിട്ട് കൊടുത്തു. അതിന് മേലെ കുറച്ച് ചാണകപ്പൊടി ഇട്ടു. അതിനകത്ത് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പെയിൻ ആയതുകൊണ്ട് കൈക്കോട്ടൊന്നും എടുത്ത് പൊന്തിക്കാൻ വയ്യ. മോനെ കൊണ്ടാണ് കേട്ടോ അത് മണ്ണിടിയിപ്പിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള 4 ഉള്ളി ഉണ്ടല്ലോ, മുള വരാത്ത 4 ഉള്ളി, അത് ഞാൻ അതിനകത്തും നട്ടു. അതേ ചാക്കിലും നട്ടിട്ടുണ്ട്, ചട്ടിയിലും നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഒരുപാട് എന്നും നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും.